രാവിലെ എണീച്ച് കുളിച്ച് റെഡിയൊക്കെ ചെയ്തിട്ട് ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് എത്തിയപ്പം ഒരു ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു. പിന്നെ ഒരു വടയും കഴിച്ചു. പിന്നെ ഒരു ചായയും കൂടി കുടിച്ചു. എന്നിട്ട് ഈ വ്യൂ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിടന്നുറങ്ങി കുറേ സമയം. പിന്നെ മുമ്പിലിരുന്ന കുട്ടിയായിട്ട് എന്താ പറയുക, നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രിങ്കിൾസും കഴിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ കൂടെ കുറച്ചൊക്കെ കളിച്ചു. നല്ല കുട്ടിയായിരുന്നു കേട്ടോ, നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ ഒരു കിറ്റ് കാറ്റ് കഴിച്ചു. പിന്നെ കുട്ടിയുടെ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് ബായൊക്കെ പറഞ്ഞ് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാറിൽ കയറി നേരെ സാധനം മേടിക്കാൻ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. പിന്നെ വീട്ടിലെത്തി ഉടനെ ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കളിച്ചു കേട്ടോ. കളിക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ഗെയിമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഫേ എന്ന് പറയുന്നൊരു കളിയാണ് കേട്ടോ. അതിലിതേപോലെ കഫേയുടെ ആ ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് വോളിലൊട്ടിക്കും. പിന്നെ മെനു ഉണ്ടാക്കും. പിന്നെ ഒരു കസ്റ്റമർ വരുന്ന പോലെ നമ്മളെല്ലാവരും കൂടി കളിക്കും. പിന്നെ കസ്റ്റമർ പറയുന്ന സാധനം എടുത്തു കൊടുക്കും ഒരു ട്രേയിലാക്കിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കളിക്കും. അപ്പോൾ അതിനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കഫേയുടെ പേര് കടിൽ കഫേ എന്നാണ് കേട്ടോ. രാത്രിയിലത്തെ കാര്യങ്ങൾ ഇതേപോലെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതേപോലെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് സമയം കളിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഫുഡ് കഴിച്ചിട്ട് പുറത്തൊരു നൈറ്റ് ഡ്രൈവിന് പോയിട്ട് വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചായ കുടിച്ചു. പിന്നെ അത് വോളിൽ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കഫേയുടെ പേര് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതൊരുപാട് സമയം കളിച്ച് കഴിഞ്ഞിട്ട് ടേഡിയമ്മയുടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് സ്കേറി ടീച്ചർ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, അതും കളിച്ചു. അത് മൊബൈൽ ഗെയിമാണ്, പക്ഷേ നമ്മൾ റിയലായിട്ട് കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചുപ്പാ ചിപ്സ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു. നൈറ്റ് ഡ്രൈവിന് പോയി.